തിരുവനന്തപുരം വലിയതുറ മേൽപ്പാലം പൊളിഞ്ഞു വീണു. ശക്തമായ തിരതള്ളലിൽ കടൽപ്പാലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നു. 2 വർഷം മുമ്പ് പാലത്തിന്റെ കവാടം തിരയടിയിൽ തകർന്നിരുന്നു. വിശദാംശങ്ങളുമായി അലമീൻ. അലമീൻ, എന്താണ് സംഭവിക്കുന്നത്? ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലമാണ് വലിയതുറയിലെ ഈ കടൽ പാലം. 2 വർഷം മുമ്പും അതിനൊരു അപകടം സംഭവിച്ചിരുന്നു. അതിന്റെ പ്രവേശന കവാടം താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇടിഞ്ഞു താഴ്ന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അന്ന് അത് നവീകരിക്കുമെന്ന് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്, പക്ഷെ ഒന്നും നടന്നിരുന്നില്ല. ഇന്നിപ്പോൾ വീണ്ടും ശക്തമായ തിരയടിയിലാണ് പാലം രണ്ടായി വേർപിരിയിരിക്കുന്നത്. ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഇരുമ്പ് പാലമായിരുന്നു. പിന്നീട് അപകടത്തിൽ തകരുകയും 1959 അത് വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതൊരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ വേണ്ടത്ര പരിഗണന ഇതിന് ലഭിച്ചിരുന്നില്ല. വലിയതുറയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെയും ഈ പാലത്തിലേക്ക് വരുന്നൊരു സാഹചര്യവും ഈ പാലത്തിൽ കയറി നിന്ന് കടൽ കാണുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി ആളുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ശക്തമായ തിരതള്ളലിൽ ആ പാലം രണ്ടായി വേർപിരിഞ്ഞിരിക്കുന്നത്. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.